ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ ഒരു മുരിങ്ങയ്ക്ക ഒഴിച്ചെറിയായിട്ടാണ്. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. ഇതിനകത്തൊരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിനകത്തൊരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ചെറിയ സാമ്പാർ ഉള്ളി ഇല്ലേ, സാമ്പാർ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ആയാലും മതി. ഇത് 1 കപ്പ്. വലുതൊക്കെ ഒന്ന് മുറിച്ചിടുക. ചെറുതാണെങ്കിൽ മുറിക്കണ്ടേ. ഇനി ഇതിനകത്ത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇതൊന്ന് വഴന്നു വരട്ടെ. ഇനി ഇതിനകത്ത് 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കേ. ഈ വഴന്നു വന്ന ഉള്ളിയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ഇതിലോട്ട് 1, 2, 3 ഒരു 3.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ. ഇത് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണേ. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തേ. പിരിയമുളക് പൊടിയാണ്. പിന്നെ എരിയും പുളിയൊക്കെ പറയുന്ന നമുക്ക് എപ്പോഴും അവരവരുടെ ഇഷ്ടത്തിന് ഇടുക. ഇനി ഇതിലോട്ട് ഒരു 2 തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ടേ, അതിട്ട് കൊടുക്കാം. തക്കാളിയുടെ പച്ച മണമൊന്ന് മാറണേ. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. തീ മീഡിയത്തിൽ കിടക്കുകയാണ്. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മുരിങ്ങയ്ക്കയില്ലേ, അതിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേ. കുറച്ചും കൂടെ വെള്ളം വേണം, കാര്യം മുരിങ്ങയ്ക്ക വേവണ്ടേ. പിന്നെ ഇത് ഒഴിച്ചെറിയും കൂടെ അല്ലേ,
ഇനി ഇതിനകത്ത് ഇനി ഇത് ഒന്ന് അടച്ചു കൊടുക്കേ, കവർ ചെയ്തിടണം. മുരിങ്ങയ്ക്ക വേവട്ടെ. നമ്മുടെ കറി തിളച്ചു. ഇനി ഇതിനകത്ത് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് കുറച്ച് പിഴിപുളിയേ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് തീ മീഡിയത്തിനും, സിമ്മിൽ വെക്കണ്ട, മീഡിയത്തിനും ഇച്ചിരി കൂടെ താഴെ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ഇങ്ങനെ കിടന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ മുരിങ്ങയ്ക്ക കറി നോക്കേ. ഉപ്പുണ്ടോ എന്ന് നോക്കി. നല്ല കറിയാണ്, ഉപ്പ് കുറവാണ്. ഇനി ഇതിനകത്ത് കുറച്ച് ഫ്രഷ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കേ. മല്ലിയില വേണ്ടാത്തവർക്ക് മല്ലിയില ഇടണ്ട. ഇനി നമുക്ക് ഗ്യാസ് അണയ്ക്കേ. ഇനി ഇതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റേ. മുരിങ്ങയ്ക്ക് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ലേ. കണ്ടില്ലേ നമ്മളെ സൂപ്പർ മുരിങ്ങയ്ക്ക ഒഴിച്ചുകറി. പറയുമ്പോൾ തന്നെ വായിന്നുള്ള വരും. നല്ല ടേസ്റ്റുള്ള കറിയതേ. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് ഇതിലും വെള്ളം നല്ലൊരു കറി വേറെ ഇല്ല. അത്രയ്ക്ക് ടേസ്റ്റായത്. എളുപ്പമല്ലേ? അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.